മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 സ്തംഭങ്ങളിലായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ നിലനിർത്തിയിരിക്കുന്നത്. 5 സ്തംഭങ്ങൾ. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിൽ ഒന്നാമത്തെ സ്തംഭം ഏതാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുക. വ ഇഖാമിസ് സ്വലാഹ്, രണ്ടാമത്തേത് നിസ്കാരം നിലനിർത്തുക. വ ഈതാഇസ് സകാഹ്, മൂന്നാമത്തേത് നിങ്ങൾ സകാത്ത് നൽകുക. വൽ ഹജ്ജ് വ സിയാമി റമളാൻ, നാലാമത്തേത് ഹജ്ജാണ്, അഞ്ചാമത്തേത് റമളാൻ മാസത്തിലുള്ള നോമ്പാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഇസ്ലാം നിലകൊള്ളുന്ന അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാണ് സകാത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു അളവെത്തിയാൽ അതിൽ നിന്ന് നിശ്ചിതമായ ഒരു അളവ് സകാത്ത് നൽകുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി സകാത്ത് നൽകുന്നില്ല എങ്കിൽ ആ വ്യക്തി വൻ പാപമാണ് ചെയ്യുന്നത്, അവൻ വൻ പാപിയാണ്. സൂറത്തു തൗബയിലെ 34-35 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. തന്റെ കയ്യിൽ വെള്ളിയും സ്വർണവും ഒക്കെ ശേഖരിച്ചു വെക്കുകയും അതിൽ നിന്ന് സകാത്ത് നൽകാതിരിക്കുകയും ചെയ്യുന്നവർക്ക് പ്രവാചകരെ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, കഠിനമായ ശിക്ഷ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട് എന്ന മുന്നറിയിപ്പ് അവർക്ക് നൽകുക. എന്താണ് ആ ശിക്ഷ? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. അവരുടെ അരികിൽ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്വർണമാവട്ടെ വെള്ളിയാവട്ടെ അതിനെ നരകത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുട്ടുപഴുപ്പിക്കും. അതിനുശേഷം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, സകാത്ത് നൽകാത്ത വ്യക്തികളുടെ നെറ്റിയിലും അവരുടെ ശരീരത്തിലും അവരുടെ പാർശ്വത്തിലും അല്ലാഹു അത് വെച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ പൊള്ളിക്കും. അവരോട് പറയപ്പെടും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സകാത്ത് നൽകാത്തതിന് പകരമായിട്ടാണ് ഈ ഒരു ശിക്ഷ അല്ലാഹു നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സകാത്ത് നൽകാത്തവർ, സകാത്തിന്റെ സമയം വരുമ്പോൾ പലതരത്തിലുള്ള അടവുകളും പയറ്റിക്കൊണ്ട് സകാത്തിൽ നിന്ന് പിന്മാറുന്നവർ, സകാത്തിന്റെ സമ്പത്ത് നൽകാൻ മടി കാണിക്കാത്തവർ, അവരെ കാത്തിരിക്കുന്നത് വളരെ ശക്തമായ ശിക്ഷയാണെന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവുക. സകാത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയം ചില ആളുകൾ പറഞ്ഞു, ഇനി മുതൽ നമ്മൾ സകാത്ത് നൽകുകയില്ല. മഹാനായ ഇസ്ലാമിന്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, ലൗ മനഊ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അവർ നൽകിയിരുന്ന ഒട്ടകത്തിന്റെ കയർ പോലും അവർ ഇന്ന് തരില്ല എന്ന് പറഞ്ഞാൽ, സകാത്തിന്റെ ചെറിയൊരു അംശം അവർ തരില്ല എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സകാത്ത് നിർബന്ധമായവർ നിർബന്ധമായും സകാത്ത് നൽകുക. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു സമ്പാദ്യം മാത്രമാണ് സകാത്തായി നമ്മോട് നൽകാൻ വേണ്ടി പറയുന്നത്. സകാത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമാ ഹിയ ഔസാഖുൻ നാസ്, ജനങ്ങളുടെ സമ്പത്തിൽ അത് നിലനിൽക്കുകയാണെങ്കിൽ ആ സമ്പത്തിനെ അത് മോശമാക്കുന്നതാണ്. സകാത്ത് എന്ന് പറയുന്നത് സകാത്ത് നൽകുന്ന വ്യക്തിയുടെ ഔദാര്യമല്ല, മറിച്ച് ആ വ്യക്തി നൽകേണ്ട ബാധ്യതയാണ്, ആ വ്യക്തി നൽകേണ്ട നിർബന്ധമായ കടമയാണ്. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതല്ലാതെ സകാത്ത് നൽകുന്ന വ്യക്തികൾ ഞാൻ എന്തോ ഔദാര്യം നൽകുന്നത് പോലെ, ഞാൻ എന്തോ വലിയവനാണെന്ന ചിന്തയിൽ ഒരിക്കലും നൽകാൻ പാടില്ല, മറിച്ച് അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അതുകൊണ്ട് സകാത്ത് നൽകാനുള്ള സഹോദരങ്ങൾ നിർബന്ധമായും സകാത്ത് നൽകുക.